നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീയാണ് വിശദാംശങ്ങൾ നൽകാൻ അല്ലെങ്കിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്ന വിശദാംശങ്ങളല്ല വിശേഷങ്ങൾ. സൂര്യശ്രീ, എന്താണ് കൊച്ചിയിലെ ആഘോഷം? സദ്യവട്ടമൊക്കെ എവിടെ എത്തി? ഇലയിട്ടിരുന്നു തുടങ്ങിയോ? വിജയകുമാർ, വാർത്തകൾക്കൊപ്പം തന്നെ നമ്മളിതാ ഓണാഘോഷവും വളരെ കളറായിരിക്കുകയാണ്. ഓണം മൂട്, പൊളി മൂട്, വൈബ് മൂടെന്ന് തന്നെ പറയാം. 24ന്റെ ഹെഡ് ഓഫീസിൽ ഇതാ കലാകായിക മത്സരങ്ങളൊക്കെ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റൊട്ടികടി മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടത്. വാശിയേറിയ റൊട്ടികടി മത്സരത്തിൽ നമ്മുടെ പ്രധാന അവതാരകരായ ഹാഷ്മി അടക്കമുള്ളവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. വാശിയേറിയ മത്സരം എന്ന് തന്നെ പറയാം. രാവിലെ മുതൽ തന്നെ റൊട്ടികടി ആരംഭിച്ചു. അതേസമയം തന്നെ മേളിൽ നല്ല തൂശൻ ഇലയിട്ട ഊണ്, എല്ലാ കറികളും വിഭവസമൃദ്ധമായ ഓണസദ്യ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. അതൊരു വശത്ത് നടക്കുന്നു. ഇവിടെ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്നു. ഈ റൊട്ടുകടിക്ക് ശേഷം സുന്ദരിക്ക് പൊട്ടുകുത്തൽ, നാടൻ പാട്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളെല്ലാം തരും. നമ്മുടെ പ്രധാനപ്പെട്ട അവതാരകരും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഓണം വൈബിലാണെന്ന് തന്നെ പറയാം. ചേച്ചി, എങ്ങനെയുണ്ട് ഓണം? അടിപൊളിയാണ്. ഇവിടെ റൊട്ടികടി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 1-2 റൗണ്ട് കഴിഞ്ഞു. അടിപൊളി മത്സരങ്ങളാണ്. ഞങ്ങൾ 4 ടീമായിട്ട് തിരിഞ്ഞ് വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. സോ ഗുഡ്. ഞങ്ങൾ ആദ്യം രാവിലെ തുടങ്ങി ഇങ്ങനെ ഞങ്ങളുടെ വസ്ത്രധാരണത്തിലായാലും എല്ലാവരും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് പോകണം. നന്നായി. അത് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയുന്ന കളറാണ് ഫുള്ള്. എല്ലാവരും വളരെ സുന്ദരിമാരും ഒക്കെയായി തന്നെയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്ന് തന്നെ പറയാം. ബ്യൂറോയും ഒപ്പം തന്നെ 24ന്റെ ഹെഡ് ഓഫീസും സംയുക്തമായാണ് ഓണാഘോഷങ്ങൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷം വളരെ വാശിയേറിയ വടംവലി മത്സരം, അതുപോലെ തന്നെ നാടൻ പാട്ട്, അതുപോലെ ഡാൻസ്, അങ്ങനെ നിരവധി പരിപാടികൾ ഉണ്ടാവുന്ന ഇപ്പോൾ നിലവിൽ റൊട്ടികടി മത്സരം പുരോഗമിക്കുകയാണ്. മേലെ സദ്യ നടക്കുന്നുണ്ട്. അവിടെ ഒരു ടീം അവിടെ ഉണ്ട്. അതിനുശേഷം ഇവിടെ താഴെ ഒരു ടീമുണ്ട്. അങ്ങനെ നിരവധി കലാകായിക മത്സരങ്ങളിലൂടെ ഈ ഓണാഘോഷം 24 കളറാക്കുകയാണെന്ന് തന്നെ പറയാം. യെസ്, സൂര്യശ്രീ, ഈ വിവരങ്ങൾ പറയുന്നതിനിടയ്ക്ക് എന്നോട് PCR നിന്ന് വിഷ്ണു പറയുകയാണ്, ഞങ്ങൾ കുറച്ച് ആളുകൾ ഇതിലൊന്നും പങ്കെടുക്കാതെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുള്ളറ്റിൻ കഴിഞ്ഞിട്ട് അവരും ഓണാഘോഷത്തിന്റെ ഭാഗമാവും. അപ്പോൾ ഞങ്ങളും താഴേക്ക് വരാം. ഇപ്പോൾ ഹാഷ്മി അവിടെ റൊട്ടികടി മത്സരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മറ്റാരും ആ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു വിവരം കൂടി കിട്ടുന്നുണ്ട്. ഒരു പുതിയ വിവരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.